എക്സ് ത്രിപ്രയാർ ബ്രാഞ്ചിന്റെ 20ാം വാർഷികം നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജൂബിലി മന്ദിരം ഹാളിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു. രക്ഷാധികാരി ടി കെ ഷൺമുഖൻ പതാക ഉയർത്തി. എക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിനായി മരണശേഷം എക്സ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും മൃതദേഹം നൽകുന്നതിനുള്ള സമ്മതപത്രം അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഫസർ ഡോക്ടർ ഉഷ കെ ഏറ്റുവാങ്ങി. നേത്രദാന സമ്മതപത്രം അഡ്വക്കേറ്റ് ജോയ് സ്വീകരിച്ചു. പുതിയ മെമ്പർമാരുടെ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. തൃത്തല്ലൂർ ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ, റിട്ടയർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ, ബ്രാഞ്ച് രക്ഷാധികാരി റിട്ടയർഡ് RRDO ഷൺമുഖൻ ടി കെ, ട്രഷറർ പി മാധവ മേനോൻ, തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ധനസഞ്ചയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 13 പേരുടെ ബോഡി ഡൊണേഷൻ സമ്മതപത്രവും 27 പേരുടെ നേത്രദാന സമ്മതപത്രവും കൈമാറി. ജോയിന്റ് സെക്രട്ടറി PR പ്രേമലാൽ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. അപകടങ്ങളിൽ പെടുന്നവരെ സംരക്ഷിക്കുക. കാരണം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇത്ര വലിയവനും ഇത്ര ചെറിയവനായാലും അപകടത്തിൽപ്പെട്ട് പെടയുന്നത് കണ്ട് മടങ്ങിപ്പോകുന്ന ഒരു ജനക്കൂട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ ജനക്കൂട്ടം മൊബൈൽ ഫോൺ എടുത്ത് പോകുന്ന കാലം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു കാരണവശാലും ഒരു മരണവും റോഡിൽ കിടന്നുണ്ടാകരുത് എന്നുള്ള ആത്മാർത്ഥമായ ചിന്തയുടെ ഭാഗമായാണ് ഇങ്ങനൊരു എക്സ് എന്ന് പറയുന്ന സംരംഭം. എക്സ് പ്രവർത്തിക്കുക. അത് ഇന്ന് ഇവിടെ പുതിയ തോതിൽ ഇവർ പലതും പുതിയ സംരംഭങ്ങൾ പൊട്ടിച്ചേർക്കും. നമുക്കറിയാം, ഭക്ഷണം കൊടുക്കുന്ന ഒരു സംരംഭം തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഫിസിയോതെറാപ്പി അവർ തുടങ്ങി വെച്ചു. കാരണം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് അത് നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റി ജീവിതം ഒന്നേ ഉള്ളൂ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ ജീവിതത്തിനകത്ത് യാതൊരു ലാഭേച്ഛം കൂടാതെ 1 രൂപ പോലും ഇതിനകത്തുള്ളവർക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 10 രൂപ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയുള്ളൂ, ഇങ്ങോട്ടൊന്നും കിട്ടില്ല. അങ്ങനെയുണ്ട് ഒരു സംഘടന. 1 രൂപ കിട്ടാത്ത സംഘടന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് സംഘടന വഴി നിങ്ങളെല്ലാവരും ഒരുപാട് മനുഷ്യ ജീവനുകളെ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1 വർഷം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏകദേശം 50,000 ആക്സിഡൻസ് വരാറുണ്ട്. അതിൽ 20 വർഷമായിട്ട് നിങ്ങൾ ഈ സംഘടന കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളെയാണ് രക്ഷിച്ചെടുത്തത്. അതിന് ഈ ആക്സ് എന്ന സംഘടനയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് റമദാൻ നോമ്പൊക്കെ കഴിഞ്ഞ് റമദാൻ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ ആ ഒരു ദിവസം ഇന്ന് ഈ ഒരു ചടങ്ങ് നടത്താൻ സാധിച്ചതിൻ്റെ ആ ഒരു സന്തോഷം ആദ്യം അറിയിക്കുന്നു. ബോഡി ഡൊണേഷൻ ആയാലും അതല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻ ആയാലും നേത്രപടല ഡൊണേഷൻ ആയാലും ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ്. കാരണം അത്രമാത്രം പ്രയാസം, നേരത്തെ ഇവിടെ കണ്ണിൻ്റെ ഒരു പ്രയാസം സൂചിപ്പിച്ചു, എത്രമാത്രം ആളുകൾക്ക് ഇത് ആവശ്യം വരുന്നുണ്ട്, അതിൻ്റെ ഷോർട്ടേജ് എത്രയുണ്ടെന്നുള്ളതൊക്കെ സൂചിപ്പിച്ചു വരും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുതലായി വരുന്നതിനനുസരിച്ച് അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന് ആവശ്യമായ ബോഡി കിട്ടാത്തതിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആക്സിൻ്റെ ത്രിപ്രയാർ ബ്രാഞ്ചിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. പണ്ടല്ല കുറച്ച് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് കണ്ണ് അങ്ങനെ തന്നെ ചുഴന്നെടുക്കുമെന്നുള്ളത്. ഒരിക്കലുമില്ല. നമ്മുടെ കണ്ണിന്റെ മുകളിലുള്ള കോർണിയ ചെറിയൊരു പാളി, അത് താഴ്ത്തു വീണാൽ കാണാൻ പറ്റില്ല. അത്രയും സുതാര്യമായ ആ പാളികൾ മാത്രമാണ് എടുക്കുന്നത്.
നമ്മുടെ മുഖത്തിന് യാതൊരു വൈദ്യുതവും വരില്ല. ഒരുപക്ഷെ 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് 17 ബ്രാഞ്ചുകളും 20 ആംബുലൻസുകളുമായി ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പാവപ്പെട്ടവന് പണക്കാരനെന്ന വ്യത്യാസമില്ലാത്ത 50,000-ൽ പരം മെമ്പർമാർ ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ട്. റോഡിൽ കിടന്ന് ഒരു മനുഷ്യ ജീവൻ പോലും പെടഞ്ഞ് രക്ഷിക്കാൻ ആളില്ലാതെ ജീവൻ നഷ്ടപ്പെടരുതെന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി പല മേഖലകളിലേക്ക് ആക്ഷൻ ഈ പ്രസ്ഥാനം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഈ തൃശ്ശൂർ ബ്രാഞ്ച് തൃപ്രയാർ ബ്രാഞ്ചിൻ്റെ 20ാം വാർഷിക ഈ സമ്മേളനത്തിൽ ഇതുപോലെയുള്ളൊരു നല്ല ചടങ്ങ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം സ്വന്തം ജീവൻ മറ്റു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മരണപ്പെട്ട് കിടക്കുന്നവരുടെ ജീവനുള്ളവരെ പരീക്ഷിച്ച് പഠിച്ചുകൊണ്ട് നല്ലൊരു യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി അതുപോലെയുള്ള മറ്റുള്ള മേഖലകളിലേക്ക് കടന്നുകൊണ്ട് തൃപ്രയാർ ബ്രാഞ്ച് കാണിക്കുന്ന ഈ ഒരു നല്ലൊരു ദിനം എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നൽകുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റോഡിൽ വലിഞ്ഞു പോവാൻ നിൽക്കുന്ന ജീവനുകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് തന്നെയാണ് ആക്സിന്റെ മുഖ്യ പ്രധാന നടത്തിപ്പുകാർ. അവരെ ഓടി നടന്നുകൊണ്ടാണ് ഓരോരുത്തരുടെ ജീവനും നഷ്ടപ്പെടാതെ അവരെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് അതുപോലെ ഒരു പ്രതിഫലവും വാങ്ങാതെ പ്രവർത്തിക്കുന്നത്. അതിന് ഒപ്പം നിന്ന് കൊടുക്കാൻ മാത്രമാണ് നമ്മുടെ ഇതിന്റെ രക്ഷാധികാരികളും പ്രവർത്തകരുമായ നമ്മളുടെ